ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഒരു കൊച്ചു ഹാർവെസ്റ്റിനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഞങ്ങളുടെ കൊച്ചു ഗാർഡനിലേക്ക്. ചില ഐറ്റങ്ങളൊക്കെ പാകമായിട്ടുണ്ട്. കുറച്ച് പച്ചമുളകുണ്ട്, ചീരയുണ്ട്, ഗ്രീൻ ചീര, റെഡ് ചീര ഇതൊക്കെയുണ്ട്. പിന്നെ ആം, കുറച്ച് സ്വിസ് ചാടുണ്ട്, ബീറ്റ്റൂട്ടിൻ്റെ ലീഫുണ്ട്, ബീൻസ് ഉണ്ട്. ഇതൊക്കെ ഞാൻ പറിക്കാൻ പോവുകയാണ്. അതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാം. ചെടിച്ചട്ടിയിൽ നട്ടിരിക്കുന്ന മുളകാണിത്. പച്ചമുളക് നല്ലതായിട്ടുണ്ടായിട്ടുണ്ട്, വിളഞ്ഞു വരുന്നതേ ഉള്ളൂ. ഇത് അതിൻ്റെ കൂടെ ഒരു മൂട് വാഴ നട്ടിട്ടുണ്ട്, അതും വളർന്നു വരുന്നു. പച്ചമുളകൊക്കെ നല്ലതായിട്ട് ഉണ്ടാകുന്നുണ്ട്, പൂക്കുന്നുണ്ട്. കുറച്ച് ആദ്യം ഉണ്ടായതൊക്കെ വിളഞ്ഞു വരുന്നുമുണ്ട്. അതൊക്കെ വിളഞ്ഞതൊക്കെ ഇന്ന് പറിക്കാൻ പോവുകയാണ്. കുറച്ച് കാന്താരിയും ഉണ്ടായിട്ടുണ്ട്. ചെടിച്ചട്ടിയിൽ വളർന്നു വരുന്ന വഴുതനയാണിത്. വഴുതനങ്ങ വളർന്നു വരും തോറും അതിന് കുഴി ഒഴിച്ചു കൊടുക്കണം. ടൊമാറ്റോസൊക്കെ ഉണ്ടായി വരുന്നുണ്ട്, നിറയെ പൂവിട്ടു. എല്ലാം ചെടിച്ചട്ടിയിലാണ് നട്ടിരിക്കുന്നത്. കുറച്ച് ചീരയോട് ഇന്ന് വെട്ടുന്നുണ്ട്. ഇതാണ് ബീറ്റ്സ്. ഇതിൻ്റെ ഇലയും തോരൻ വെക്കാനൊക്കെ നല്ലതാണ്. തഴച്ചു വളരുന്ന സ്വിസ് ഇതും വെട്ടുന്നുണ്ട്. കൂടെ ചീരയും നിപ്പുണ്ട്. പറിക്കാൻ പാകമായ കുറച്ച് ബീൻസും ഉണ്ട്. ഹാർവെസ്റ്റ് ചെയ്ത ഐറ്റങ്ങളാണ് ഇരിക്കുന്നത്. ഇത് പച്ചമുളകും ബീൻസ് കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് സ്വിസ് ചാടാണ്. ഇത് ബീറ്റ്റൂട്ടിൻ്റെ ലീഫാണിത്. നല്ലതാണ്, വളരെ ഫ്രഷാണ്. അത് കഴിഞ്ഞ് റെഡ് ചീരയുണ്ട്, ഗ്രീൻ ചീരയുണ്ട്. ഇത്രയും വളർന്ന ചീര ആർക്കെങ്കിലും ഉണ്ടോ? ഇത് ഒരു മൂട് ഇത്രയും വളർന്നതാണ്. ഇത് ഡിയർ ഒന്നും കണ്ടില്ല. ഈ ഐറ്റങ്ങളൊക്കെ നമുക്ക് ചെടിച്ചട്ടിയിലും വളർത്താവുന്നതാണ്. എല്ലാവരും ഇങ്ങനൊന്ന് ചെയ്യുന്നത് നല്ലതാണ്. ഈ സമ്മറിലെ ആവശ്യത്തിന് നമ്മൾക്ക് ആവശ്യമായ വെജിറ്റബിളൊക്കെ കിട്ടും. എൻഡ് ഓഫ് ജൂലൈ ആകുമ്പോഴത്തേക്കിന് നമ്മൾ നട്ട പയറും പടവലം ഒക്കെ നല്ലതായി വരുമെന്ന് കരുതുന്നു. അതൊക്കെ പൂത്തു തുടങ്ങി. ഈ ഐറ്റങ്ങളെല്ലാം നമുക്ക് ചെടിച്ചട്ടിയിലും വളർത്താവുന്നതാണ്. എല്ലാവരും അതിനൊന്ന് ട്രൈ ചെയ്യണം. നമുക്ക് ഈ സമയങ്ങളിൽ നല്ല ഫ്രഷായിട്ടുള്ള വെജിറ്റബിളൊക്കെ കിട്ടുന്നതാണ്. ബിഗിനിങ് ഓഫ് സെപ്റ്റംബർ വരെ നമുക്ക് പറിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.